സുഖാണോ സർ? അവൻ എപ്പോഴും മമ്മിയെ കാണണമെന്ന് പറഞ്ഞ് ശാഠ്യം പിടിക്കാറുണ്ട്. ഞാൻ ജയിലിലാണെന്ന കാര്യം എന്റെ മോൻ ഒരിക്കലും അറിയരുത്. ശ്രീദേവിക്കുന്ന തീയതി എത്രയാണെന്നറിയാം? ഓർമ്മയുണ്ടാവില്ലല്ലേ? പുറത്തുള്ളവരെക്കാൾ തീയതിയും ദിവസവും കൃത്യമായി ഓർക്കുന്നത് അകത്ത് കഴിയുന്ന ഞങ്ങളായിരിക്കും. ഇന്ന് 7-ാം തീയതിയല്ലേ? അടുത്ത മാസം 7-ാം തീയതി ശ്രീദേവിയുടെ ശിക്ഷയുടെ കാലാവധി തീരുകയാണ്. ശ്രീദേവിയിൽ നിന്ന് ചില കാര്യങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അനിക്കുട്ടന്റെ അച്ഛനാരാണ്? ശ്രീദേവിയുടെ ഇന്നലെകളെ കുറിച്ച് ഓർമ്മിപ്പിച്ച് വേദനിപ്പിക്കുന്നതിൽ വിഷമമുണ്ട്. എന്നാൽ കൂടി അനിക്കുട്ടന്റെ അച്ഛനാരാണെന്ന് അറിഞ്ഞാൽ അയാളെ തേടിപ്പിടിച്ച് നിങ്ങളെ യോജിപ്പിക്കാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. ഇനിയുള്ള കാലമെങ്കിലും ശ്രീദേവിക്ക് നല്ലൊരു ജീവിതം തരാൻ കഴിഞ്ഞാൽ. ജീവിതം? എന്റെ ജീവിതം എന്നെ അവസാനിച്ചു. ഇനി ഞാൻ ജീവിക്കുന്നത് എന്റെ മോന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. അവൻ വളർന്നു വലുതാകുമ്പോൾ ശ്രീദേവിയുടെ മുഖത്ത് നോക്കി അവൻ ചോദിക്കും, അവന്റെ അച്ഛനാരാണ്? അന്ന് ആരുടെയെങ്കിലും പേര് പറയാതിരിക്കാൻ ശ്രീദേവിക്ക് പറ്റില്ല. എന്നെ ഒരു അന്യനായി കാണാതിരിക്കാൻ ശ്രീദേവിക്ക് കഴിയുമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. എല്ലാം ഞാൻ പറയാം. എന്റെ മോനെ ഒരു കൊലയാളിയുടെ മകനാണെന്ന് അറിയിക്കാതെ അവന് സ്നേഹവും വാത്സല്യവും കൊടുത്ത് വളർത്തിയത് സാറാണ്. അവൻ അച്ഛനില്ലെങ്കിലും അച്ഛാന്ന് വിളിക്കാനുള്ള അവകാശം കൊടുത്തതും സാറാണ്. സാറിനോട് ഞാൻ എല്ലാം പറയാം. ഞാനൊരു പാട്ടുകാരിയാണെന്ന് സാറിനറിയാമല്ലോ. അന്ന് SN ഹാളിൽ ഞങ്ങളുടെ ട്രൂപ്പിന്റെ ഗാനമേള നടക്കുമ്പോഴാണ് ഞാനൊരു ചെറുപ്പക്കാരനെ പരിചയപ്പെടുന്നത്, സതീഷ്. ആ പരിചയം പ്രേമമായി വളർന്നു. സതീഷ് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. എന്റെ ഗാനമേള എവിടെ നടന്നാലും സതീഷ് അവിടെയൊക്കെ എത്താറുണ്ട്. ഞാൻ എന്റെ മനസ്സ് മാത്രമല്ല സതീഷിന് കൊടുത്തത്, എന്നെ തന്നെ കൊടുത്തു. ഒരു സ്ത്രീക്ക് വിലപ്പെട്ടതല്ല. ഒരു ദിവസം ഞാൻ ഒരു സത്യം മനസ്സിലാക്കി. ഞാനൊരു അമ്മയാകാൻ പോകുന്നെന്ന സത്യം. ഞാൻ അന്ന് തന്നെ സതീഷിനെ കാണാൻ ബാങ്കിൽ ചെന്നു. സതീഷ് ഓഫീസ് സംബന്ധമായി എവിടെ പോയിരിക്കുകയാണെന്ന് അറിഞ്ഞു. പിറ്റേ ദിവസം ഞങ്ങൾക്ക് എറണാകുളത്തൊരു ഗാനമേള ഉണ്ടായിരുന്നു. ഞങ്ങൾ അന്ന് അവിടെ ഒരു ഹോട്ടൽ മുറിയിൽ പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മാനേജർ സാറ്, ഇതൊരു തല്ലിപ്പൊളി ഹോട്ടലാ. അപ്പുറത്തൊക്കെ പോലീസ് റൈഡ് നടക്കുന്നേ. റൈഡ്? ആ. ആറാങ്ങോട്ടോ നീ കേൾക്കണോട്ടോ നടക്കണോട്ട്. നിങ്ങളൊക്കെ? ഞങ്ങൾ CSC ഗാനമേള ട്രൂപ്പുകാരാ. ഇന്ന് പ്രോഗ്രാം ഉണ്ട്. എന്താ ഇവിടെ? തുറക്കുന്നില്ല സാർ. മാറും. തുറക്കടോ. തുറക്കാൻ എന്താണ് തുറക്കാൻ എത്ര താമസം? ഇറങ്ങി വേടി. എന്താ നിങ്ങളുടെ പേര്? രാജീവ്. എവിടെയാ സ്വദേശം? കാലിക്കറ്റ്. ഈ സ്ത്രീ നിങ്ങളുടെ ആരാ? എന്റെ ഭാര്യയാണ് സാർ. ഭാര്യ? ഇങ്ങനെ ഒരുപാട് ഭാര്യ ഭർത്താക്കന്മാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കൂടുതൽ വല്ലതും പറയാനുണ്ടെങ്കിൽ സ്റ്റേഷൻ ചെന്നിട്ട് പറയാം. നടക്ക് സാർ. നിങ്ങൾ മാന്യന്മാരെ അവമാനിക്കരുത്. ഞങ്ങൾ വിവാഹിതരായിട്ട് 2 ആഴ്ച ആയിട്ടുള്ളൂ. ഇപ്പൊ ഹണിമൂണിന് വേണ്ടി വന്നതാണ്. അത് നിങ്ങളുടെ മുഖം കണ്ടാൽ അറിയാമല്ലോ. വ്യഭിചരിക്കാൻ വേണ്ടി മുറിയെടുക്കുന്നവരെല്ലാം ഹസ്ബൻഡും വൈഫാണെന്ന് പറയാറ്. നടക്ക്. ഇവരുടെ മാരേജ് കഴിഞ്ഞതാണ്. ഇവരെ നിങ്ങൾ അറിയോ? അറിയാം. മിസ്റ്റർ രാജീവിന്റെ വിവാഹത്തിന് ഞാൻ പോയിരുന്നു. ഹി ഗോട്ട് മാരീഡ് only 2 weeks back. ഓഹോ, നിങ്ങൾ CSC ട്രൂപ്പിലെ സിംഗർ അല്ലേ?
ആ മിസ്റ്റർ രാജീവ്, സോറി ഫോർ ദ ട്രബിൾ. ദാറ്റ്സ് ഓൾ റൈറ്റ്. ആ നിങ്ങൾ അവരെല്ലാം പിടിച്ച് വാനിൽ കയറ്റ്. സാർ. എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് എന്റെ എല്ലാം കവർന്നെടുത്ത സ്വന്തം കാമുകനെ മറ്റൊരു സ്ത്രീയോടൊപ്പം ഹോട്ടൽ മുറിയിൽ വെച്ച് വ്യഭിചാര കുറ്റത്തിന് അറസ്റ്റ് ചെയ്തപ്പോൾ അവർ ഭാര്യാഭർത്താക്കന്മാരാണെന്ന് പറഞ്ഞ് പോലീസിന്റെ മുമ്പിൽ സാക്ഷ്യപത്രം നൽകി കാമുകനെ രക്ഷിച്ച ഒരു കാമുകയും ഈ ലോകത്തുണ്ടാവില്ല സർ. ആ മനുഷ്യന് വേണ്ടി ഞാൻ അതും ചെയ്തു. പിറ്റേ ദിവസം ഞാൻ സതീഷിനെ കാണാൻ ചെന്നു. ഒരു പുരുഷനെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെ സഹിക്കാനാവാത്ത കാഴ്ചയാണ് ഞാൻ ആ ഹോട്ടൽ മുറിയിൽ വെച്ച് കണ്ടത്. അത് ഞാൻ സഹിക്കാം. സതീഷ് എന്നെ ഉപേക്ഷിക്കരുത്. ഉപേക്ഷിക്കുമെന്ന് ആര് പറഞ്ഞു? ഈ പെണ്ണുങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ട്. പ്രേമിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് ഉടനെ വിവാഹം കഴിയും. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം വിവാഹം എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അവന്റെ ഉദ്യോഗം, സ്റ്റാറ്റസ്, അങ്ങനെ എന്തെല്ലാം നോക്കണം. എന്റെ ഇന്നത്തെ സ്ഥിതി അനുസരിച്ച് ശ്രീദേവിയെ ഉടനെ വിവാഹം കഴിക്കാനുള്ള ചുറ്റുപാടിലല്ല ഞാൻ. അടുത്ത ആഴ്ച ഞാൻ കുവൈറ്റിൽ പോകും. പിന്നെ എന്നാണ് തിരിച്ചു വരുന്നതെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റും. സതീഷ്, ഞാനൊരു പാവമാണ്, ആരോരും ഇല്ലാത്തവളാണ്. സതീഷ് എന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ഗർഭിണിയായി ഞാൻ. അതാണ് ഞാൻ പറഞ്ഞ അബോർട്ട് ചെയ്യാം. സതീഷ്, ഗർഭത്തിന്റെ ലക്ഷണം കണ്ടു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഈ സ്റ്റേജ് ആവുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല. ഇല്ല, ഞാനതിന് സമ്മതിക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ലല്ലേ? വേണ്ട, നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ. ഒരു കാര്യം ഞാൻ തീർത്തു പറഞ്ഞേക്കാം, നിന്നെ വിവാഹം കഴിക്കാൻ എനിക്ക് സാധിക്കില്ല. എന്തെങ്കിലും വാഗ്ദാനങ്ങൾ ഞാൻ തന്നിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ കൊണ്ടുവന്നോട്ട് യാതൊരു കാര്യമില്ല. പെണ്ണുങ്ങളായ ഗർഭിണികളാവും. ഒരു കലാകാരി കൂടി ആവുമ്പോ അത് സാധാരണ സംഭവമാണ്. അതിന് ശ്രീദേവി ഇത്ര വറീഡാവുന്ന എന്തിനാ? നാളെ ഹോസ്പിറ്റലിലേക്ക് എന്നാ മതി. എല്ലാം ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടു. വരട്ടെ. സതീഷ്, എന്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എവിടെയും പോകാമെന്ന് വിചാരിക്കണ്ട. നിങ്ങളെ ഞാൻ കുവൈറ്റിലേക്ക് വിടില്ല. ഞാൻ ബാങ്കിൽ വന്ന് നിങ്ങളും ഞാനും തമ്മിലുള്ള ബന്ധം എല്ലാവരോടും വിളിച്ചു പറയും. പേടിപ്പിക്കാൻ എടി പെണ്ണേ, നിന്നേക്കാൾ വലിയ എത്രയോ പേരെ ഞാൻ കണ്ടിരിക്കുന്നു. ആ വേല അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി.